കഴിയുമ്പോൾ തന്നെ NDA എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് ഉപകാരപ്പെടുന്ന 2, 3 ടിപ്സും ട്രിക്സുമാണ് പറയാൻ പോകുന്നത്. കാരണം NDA എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു പ്രസ്റ്റീജിയസ് കരിയറാണ്. നമുക്ക് +2 കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഒരു ജോലി എല്ലാം സെക്യൂർ ആകും. നമ്മളിവിടെ NDAയുടെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ടിപ്സും ട്രിക്സും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉപകാരമാവുമെന്ന്. അപ്പം NDAയ്ക്ക് പഠിക്കാൻ വേണ്ടത് ഒന്നാമത്തത് ആ എക്സാമിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിയുക. എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. UPSC ആണ് നടത്തുന്നത്. അത് 2 വർഷം കൂടുമ്പോഴാണ് NDA എക്സാം വരുന്നത്. ഇപ്പോൾ 2025 വരുന്നുണ്ട്. ഇനിയും 2027ലാണ് NDAയുടെ എക്സാം വരുന്നത്. ഇപ്പോൾ 10ലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഒരു 2 ഇയർ സ്റ്റഡി പ്ലാനൊക്കെ വെച്ചിട്ട് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. പിന്നെ അടുത്ത വേണ്ടതെന്ന് പറഞ്ഞത് അതിൻ്റെ സബ്ജക്ട്സുകൾ കൃത്യമായിട്ട് എത്ര മാർക്കിനാണ് ചോദിക്കുന്നത്, ഏതൊക്കെ സബ്ജക്ട്സാണ് എന്നൊക്കെയുള്ള മനസ്സിലാക്കുക. അതിൽ മാത്തമാറ്റിക്സ് വളരെ അത്യാവശ്യമാണ്. മാത്തമാറ്റിക്സ് ഒരു 300 മാർക്കിനാണ് ചോദിക്കുന്നത്. ബാക്കിയുള്ളത് 600 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പം സയൻസ് സബ്ജക്റ്റ് എടുത്ത കുട്ടികൾക്കാണ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആ സബ്ജക്റ്റ് എടുത്ത കുട്ടികൾക്കാണ് NDA എക്സാം എഴുതാൻ പറ്റുന്നത്. അപ്പം അവർ പിന്നെ സബ്ജക്റ്റിനെ കുറിച്ച് അറിഞ്ഞു. ഇപ്പം മാത്സൊക്കെ അവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. പക്ഷേ ഹിസ്റ്ററി, ജോഗ്രഫിയൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും അവരൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കണം. അതിന് വേണ്ടത് NCERT 6ാം ക്ലാസ് തൊട്ടുള്ള ടെക്സ്റ്റ് പഠിക്കാനുള്ളതാണ്. 6 തൊട്ട് ഒരു 10 വരെയുള്ള ടെക്സ്റ്റുകൾ വളരെ തറവാക്കുക. പിന്നെ കൂടുതലായിട്ടുള്ള പഠനത്തിന് +1, +2 നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫെൻസ് മെൻറ്റാലിറ്റി. നിങ്ങളുടെ ഫിസിക്കലൊക്കെ ആണെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് എക്സസൈസൊക്കെ ചെയ്ത് ആ ഒരു ഡിഫെൻസ് മെൻറ്റാലിറ്റി ഉണ്ടാക്കുക. അതുപോലെ തന്നെ ജനറൽ അവയർനെസ്സിന് വേണ്ടിയിട്ട് പത്രം വായിക്കുക. ഇപ്പോൾ പത്രം വായിക്കുന്നത് ശീലമില്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ പത്രം വായന 10ാം ക്ലാസ് ആകുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതേപോലെ നിങ്ങൾ കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഒരു 2 വർഷത്തെ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. ആദ്യത്തെ 1 വർഷം ഈ പറയുന്ന സബ്ജക്ട്സ് എല്ലാം കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. അടുത്ത 1 വർഷം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. പിന്നെ ഇത് തന്നെത്താനെ പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പഠിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു കോച്ചിങ്ങിൽ ചേർന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു സ്ട്രക്ചർ ഉണ്ടാവും. നമ്മളൊരു റൈറ്റ് ബോർഡിൽ 2027 പ്രമാണിച്ചിട്ട് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ തൊട്ടാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും.